വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. എനിക്കൊരു കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ റെസിപ്പിയാണ്. റോയൽ ഫലൂദയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ കറുത്ത കസ്കസ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് വെക്കുന്നുണ്ട്. നമുക്കിതൊരു 1 ഹവറെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 3 കളർ ജെല്ലിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് മാംഗോ ജെല്ലി, ഒന്ന് ചെറിയുടെ ജെല്ലിയാണ്, ഒന്ന് ലൈമിൻ്റെ ജെല്ലിയാണ്. അപ്പോൾ 3 ഡിഫറെൻറ്റ് കളറാകുമ്പോൾ നമുക്ക് 3 ഡിഫറെൻറ്റ് കളറിൻ്റെ ആ എഫക്റ്റ് ഫലൂദയ്ക്ക് കിട്ടും. ഈ ജെല്ലിയുടെ പാക്കേജിലുള്ള ഇൻസ്ട്രക്ഷൻ പോലെ തന്നെ ഞാനിതിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ ജെല്ലിയൊക്കെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി അതിൻ്റെ പൗഡറൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് തണുപ്പിച്ചിട്ട് സെറ്റാക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സേമിയാണ്. ഫലൂദയ്ക്ക് വേണ്ടിയിട്ടുള്ള സേമിയ ഞാൻ നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആ സേമിയയ്ക്ക് ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതൊന്നും കൂടെ തിളച്ചിട്ട് നമുക്കിത് ഒന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ ഇതാ സേമിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് ഒരു അരിപ്പയിൽ ഊറ്റിയെടുക്കുന്നുണ്ട്. ഇതിലുള്ള വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിനി ഇതിൻ്റെ മേലെ കുറച്ച് നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറച്ചെടുക്കാം. എന്നിട്ട് ഇതും മാറ്റി വയ്ക്കാം. ഇനി ഫലൂദയുടെ മിൽക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് ഇവാപ്പറേറ്റഡ് മിൽക്ക് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ പാൽ ഉപയോഗിക്കാം, അതിനൊന്നും പ്രശ്നമില്ല. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വേറൊരു ചെറിയ ബൗളിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാൻ ഏകദേശം ഒരു 50 ml പാലൊക്കെ എടുത്തിട്ടുള്ളൂ. ഇത് ഞാൻ നമ്മുടെ ഇവാപ്പറേറ്റഡ് മിൽക്കിൻ്റെ മിക്സ്ചറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ ഫലൂദയുടെ മിൽക്കൊക്കെ നന്നായിട്ട് കുറുകി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചൂടാറിയിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് അത് ഏതായാലും കുഴപ്പമില്ല, ഇതുപോലെ നുറുക്കിയിട്ട് ഒരു ബൗളിലാക്കിയിട്ട് എടുത്ത് വയ്ക്കുക. അതുപോലെ ഇഷ്ടമുള്ള നട്ട്സും എടുത്ത് വയ്ക്കുക. ഞാനിവിടെ അണ്ടിപ്പരിപ്പും കാഷ്യൂ, ഫിഗ്, ബദാം ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊക്കെ നട്ട്സാണോ അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ വലിയൊരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത് ഫലൂദ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് റോസ് സിറപ്പ് ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് ഒരു ലെയർ ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച സേമിയല്ലേ അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസ് ഇല്ലേ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് സോക്ക് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തണുപ്പിച്ചിട്ടുള്ള ആ ഫലൂദ മിൽക്ക് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ച ജെല്ലി ഇല്ലേ, 3 കളർ ജെല്ലി ഉണ്ടായിരുന്നു, അത് 3ഉം ഓരോ ടേബിൾ സ്പൂൺ വീതം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നുറുക്കി വെച്ചിട്ടുള്ള നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വനില ഐസ്ക്രീമാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഞാൻ റോസ് സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഫ്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് സേമിയ ഇട്ട് കൊടുക്കാം. പിന്നെ കസ്കസും പിന്നെ നമ്മൾ ജെല്ലീസ് അല്ലേ ആ ജെല്ലീസ് അങ്ങനെ അതേ ഓർഡറിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഗ്ലാസ്സിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതേപോലെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഈ ഫലൂദൻ്റെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഗസ്റ്റൊക്കെ വരുമ്പോഴേക്കും നമ്മളിതിങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്ലാസ്സിൽ ഇതുപോലെ ഒഴിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു പണിയും ഇല്ല ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ എന്നിട്ട് ലാസ്റ്റായിട്ട് ഫിനിഷിങ്ങിന് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് നട്ട്സും ഒക്കെ ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നട്ട്സ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നട്ട്സ് ഒഴിവാക്കട്ടോ, പകരം നിങ്ങൾക്ക് ഫ്രൂട്ട് മാത്രം തന്നെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. റോസ് സിറപ്പ് ഫലൂദയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതെന്തായാലും ഉപയോഗിക്കണം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു സ്ട്രോബെറിയുടെ പീസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയും വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ റോസ് സിറപ്പ് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാണാനൊക്കെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റുള്ള ഫലൂദ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്